ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗോൾഡൻ സ്പാരോ. ഞാൻ വൈഷു ആണ് കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് വയനാട്ടിലെ മുത്തങ്ങയിൽ ഉള്ള പൊൻകുഴി ക്ഷേത്രത്തിൻ്റെ സമീപത്ത് കൂടെ നമ്മളൊരു കിടിലം ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. പൊൻകുഴി ക്ഷേത്രമാണ് കേട്ടോ ഈ കാണുന്ന സീതാരാമക്ഷേത്രം. അടിപൊളി ക്ഷേത്രമാണ്. ഇതിൻ്റെ ഒരു വ്ളോഗ് അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. മസ്റ്റായിട്ട് വരാൻ മറക്കരുത്. ഈ വഴിയൊക്കെ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി വരണം. പിന്നെ ഞങ്ങൾ പോയത് ഇതാ കണ്ടില്ലേ, പശുക്കളും ആടുകളും ഒക്കെ ഉള്ളൊരു കിടിലൻ സ്പോട്ടിലേക്കാണ്. ഗുണ്ടൽപേട്ടയിൽ കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഗോപാൽ സ്വാമി പേട്ട എന്ന് പറയുന്ന ഹിൽസ് ഏരിയയിലേക്കാണ് പോകുന്നത്. കൃഷ്ണൻ്റെ പേരോട് കൂടിയുള്ള സ്ഥലം മാത്രമല്ല, ഈ മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാലോ, ഒരു വൃന്ദാവനത്തിൻ്റെ ലുക്കാണുള്ളത്. രണ്ട് സൈഡിലും മലനിരകളും അതുപോലെ തന്നെ ഓരോ ഷെയ്ഡ് എന്ത് രസമാണ് കാണാമെന്നറിയോ. ആ ഒരു നമ്മൾ ആ റോഡിന് നടുക്ക് കൂടെ പോകുമ്പോണ്ടല്ലോ, ആക്ച്വലി നമ്മൾ സിനിമയിലും അതുപോലെ കാർട്ടൂണിലും പെയിൻറ്റിങ്ങിലും ഒക്കെ കാണുന്ന കുറേ കാഴ്ചകളുണ്ടല്ലോ, അതൊക്കെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത് പോകുന്നതായിട്ട് തന്നെ തോന്നും. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് പൂക്കളുടെ സ്വന്തം നാട്ടിലാണ്. വൃന്ദാവനം തന്നെയാണ്, ഒരു കുട്ടി വൃന്ദാവനം. അപ്പോൾ അവിടെ കയറി അമ്മ നല്ല ഹാപ്പിയാണ്, ഞങ്ങളോട് നല്ല കമ്പനിയായിരുന്നു. അങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട്, കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാഴ്ചയല്ല, ഒരു കിടിലൻ കാഴ്ചയാണ്. അത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ പതിഞ്ഞു പോകും. അത്രയ്ക്കും നല്ല സ്പോട്ടാണ്. ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് ലൈഫിൽ. നിങ്ങൾ എത്രയൊക്കെ സ്ഥലത്ത് പോയാലും ഈ ഒരു സ്ഥലം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. മസ്റ്റായിട്ട് നിങ്ങളിവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്യണം. അപ്പോൾ അന്നേരം പൂക്കളൊക്കെ അവരിങ്ങനെ പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ബന്ദിപ്പൂവൊക്കെ അപ്പുറത്തെ ഒരു സെക്ഷൻ. ഇതിപ്പോൾ ഒരു പാടമാണ് കാണിക്കുന്നത്. അതിൻ്റെ ഫുൾ ഏരിയാസ്, ഏക്കർ കണക്കിന് ഏരിയാസിൽ ഇങ്ങനെ പല പല കൃഷികളാണ്. ചോളം, നെല്ല്, സൂര്യകാന്തി, കടുക്, ബന്ദിപ്പൂവ്, അത് വാടാർമല്ലി, ബന്ദികൾ തന്നെ മഞ്ഞയും ഓറഞ്ചും ഒക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ പല 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 കൃഷികളാണ്. പിന്നെ നമ്മൾക്ക് അറിയാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടു നിന്ന് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ മിഴിച്ച് നോക്കി നിൽക്കും, സ്റ്റക്കാണ് സത്യത്തിൽ. അത്രയും മനോഹരമായിട്ടുള്ള ഭൂമിയുടെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാഴ്ചയാണ്. പിന്നെ അവിടെ പണിയെടുക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം. ഇത്രയും നീറ്റാക്കി അവരത് അത്രയും സൂക്ഷിച്ച് ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് ഇവിടെ 20 രൂപയാണ് എൻട്രി ഫീസ്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഭൂമിയുടെ പല പല നല്ല 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 സുന്ദരമായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള കാഴ്ചകൾ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഭയങ്കര ഒരു മനോഹാരിത തന്നെയാണ് അല്ലേ. ജീവിതത്തിൽ നമ്മൾ കുറച്ച് ഇങ്ങനെ പണം ഉണ്ടാക്കി ജീവിച്ചിട്ട് മാത്രം കാര്യമില്ല. കുറേ യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് ലൈഫിന് ഒരു ലൈഫ് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അതുപോലെ ഒരു നല്ല മനോഹരമായിട്ടുള്ള ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഒരിക്കലും നിങ്ങൾ ഇതുപോലെയുള്ള സ്പോട്ടുകളൊന്നും മിസ് ചെയ്യാതെ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട കുറേ കിട്ടുന്ന സ്പോട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.